ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 26-ാം വാക്യം. പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശുദ്ധിയാകാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക. ഫരീസയരോട് ഈശോ പറയുന്ന വാക്കുകൾ. ഈ ഒരു വചനം ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചും ഇന്ന് അർത്ഥവത്താണ്. പുറമേ ബാഹ്യമായ സൗന്ദര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് നമ്മളല്ലേ. പുറമേ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും സുന്ദരനും സുന്ദരിയും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നത്, ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മുടെ മുഖത്തും നമ്മുടെ വസ്ത്രത്തിലും ഒക്കെ ചെയ്ത് എല്ലാവരുടെ മുമ്പിലും നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ല വ്യക്തികളായിട്ട് നമ്മൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളില് ഇഷ്ടംപോലെ തിന്മകള് നിറഞ്ഞിരിക്കുക, അകം മുഴുവൻ കറത്തിരിക്കുന്നു. പക്ഷെ പുറമേ ബാഹ്യമായിട്ട് സൗന്ദര്യത്തോടുകൂടി പുറത്തിറങ്ങുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയേ. ഇത് കണ്ടുകൊണ്ടാണ് ഫരീസയരോട് ഈശോ പറയുന്നത്, അകം ശുദ്ധിയായാൽ പുറം ഓട്ടോമാറ്റിക്കായിട്ട് ശുദ്ധിയായിക്കൊണ്ടു. പുറത്തിന് മാത്രമല്ല പ്രാധാന്യം, അകത്തിന് പ്രാധാന്യമുണ്ട്, ഉള്ളിന് പ്രാധാന്യമുണ്ട്, ഹൃദയത്തിന് പ്രാധാന്യമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം, എൻ്റെ ഹൃദയം എപ്രകാരമാണ്? ബാഹ്യമായിട്ട് മറ്റൊരുവന്റെ മുൻപിൽ ഏറ്റവും സുന്ദരനും സുന്ദരിയുമായിട്ട് പ്രത്യക്ഷപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഹൃദയം കാണുന്ന എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ എൻ്റെ സൗന്ദര്യം എപ്രകാരമാണ്? ദൈവം ഒരിക്കലും എൻ്റെ ബാഹ്യമായ സൗന്ദര്യം നോക്കത്തില്ല കേട്ടോ. പുറമെ ഞാൻ എങ്ങനെയാണ് എന്നല്ല എൻ്റെ ദൈവം നോക്കുന്നത്, മറിച്ച് എൻ്റെ ഹൃദയം എപ്രകാരമാണ്. ഹൃദയത്തില് തിന്മ വിചാരിച്ചുകൊണ്ട് തിന്മ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എനിക്കൊരിക്കലും ശുദ്ധമായ ഹൃദയം ഇല്ലാത്തിടത്തോളം കാലം ദൈവത്തിന് മുൻപിൽ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അതൊരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നുണ്ട്. ഹൃദയത്തില് കാപട്യം വിചാരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരുന്നുണ്ട്, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപക്ഷെ ദൈവസന്നിധിയിലേക്കും ഒത്തിരിയേറെ പുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്, ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ഞാൻ ചെല്ലുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തില് തിന്മ നിറഞ്ഞതാണ് എങ്കിൽ സ്നേഹമുള്ളവരെ, ആ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടത്തില്ല. ആ പുണ്യപ്രവൃത്തികൾക്ക് ദൈവത്തിന് മുമ്പിൽ വിലയില്ലാതായി പോകും. കൃത്യമായിട്ട് എൻ്റെ ഈശോ എനിക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഹൃദയം ശുദ്ധമാക്കാനായിട്ട് ഒരു കൂദാശ തന്നിട്ടുണ്ടല്ലേ. അതെന്താണത്? കുംഭസാരം എന്ന് പറയുന്ന കൂദാശ. എന്തിനാ തന്നിരിക്കുന്നത്? എൻ്റെ ഉള്ളിലുള്ള പാപമാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരാനായിട്ടാ. ഹൃദയം ശുദ്ധമായാല് ദൈവത്തിനു മുൻപിൽ നീ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് വിലയുണ്ടാവും. നിനക്ക് ദൈവത്തിനു മുൻപിൽ അഭിമാനത്തോടുകൂടി നിൽക്കാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ബാഹ്യമായ സൗന്ദര്യത്തിന് നമ്മൾ കൊടുക്കുന്ന സമയത്തിന്റെ 10-1 മതി കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം സമയം നമ്മളതിന് പ്രാധാന്യം കൊടുക്കുന്നല്ലേ. അതിന് 10-1 സമയമുണ്ടെങ്കിൽ എൻ്റെ ഹൃദയം ശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാൻ എനിക്ക് പറ്റും. ശുദ്ധമായ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരാൻ പറ്റും. എനിക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റും. ബാഹ്യമായ സന്തോഷമല്ല, ഒരുപക്ഷെ മറ്റുള്ളവരുടെയൊക്കെ മുൻപിൽ നമുക്ക് ഇഷ്ടംപോലെ സന്തോഷം ഉണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ ഹൃദയത്തില് സന്തോഷമില്ലാതായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പ്രകടനം മാത്രമായിട്ട് മാറും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സന്തോഷത്തോടെ നിൽക്കുന്നത്, പക്ഷേ ഹൃദയത്തില് സന്തോഷമില്ലാതായിട്ട് മാറും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ശുദ്ധമായ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുംഭസാരം നടത്താനായിട്ട്, ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട്, അങ്ങനെ ഹൃദയത്തിന്റെ സന്തോഷം നേടിയെടുത്ത് ബാഹ്യമായ സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ വ്യാപരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.